ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം വലിയ പെരുന്നാളായതുകൊണ്ട് എല്ലാവരും വീട്ടിലും ബീഫൊക്കെ ഉണ്ടാവില്ലേ, ഒലിയത്തെ കഴിഞ്ഞതിൻ്റെ. അപ്പോൾ നമ്മുടെ വീട്ടിലും ബീഫ് ബിരിയാണി ആയിരുന്നു. പക്ഷേ അതിന് ബിരിയാണി വെക്കാൻ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഒലിയത്തിൻ്റെ ഇറച്ചി അത്യാവശ്യം കിട്ടുമെന്നുള്ള ഒരു ഇത് അറിയാം. കാരണം നമ്മൾ ഒലിയത്തിന് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇക്കാനെ നമുക്ക് പണിക്ക് വിളിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാരെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ബീഫ് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടുന്നത് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളെ ഈദൊക്കെ അടിപൊളിയാക്കി അസുട്ടി ഇതാ കളിച്ച് ഓടി വന്ന് പടക്കം പൊട്ടിക്കാ. അപ്പൊ നിങ്ങളെ പെരുന്നാളൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മൾ പെരുന്നാൾക്ക് കാര്യമായിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ഇന്നലെ പെരുന്നാളിന്റെ ഈവനിങ് നമ്മൾ മുറിഞ്ഞിമാടൊക്കെ പോയ വൈബ് നിങ്ങൾക്ക് ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. പപ്പിയും മോനും ഭയങ്കര എന്തൊക്കെയോ പറയുന്ന തിരക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇൻട്രോ എടുക്കുന്നത്. പിന്നെ ഇക്കാക്ക് ലീവുള്ള ദിവസം നമ്മൾ സ്ഥിരം ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ തൊട്ടടുത്തൊരു ചെറിയ വൈബൊക്കെ ആസ്വദിക്കാനും ചായ അടിക്കാനും പോകാറുണ്ട്. അപ്പം നമ്മൾ മാവൊക്കെ കൂട്ടിവെച്ചതിൻ്റെ ശതാബ്ദമുണ്ട്. ഈ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ ആലിക്കൊക്കെ പോകാൻ വേണ്ടി പോവാണ്. നല്ല ചായയും കടികളൊക്കെ കഴിക്കാനിട്ടോ. അപ്പോൾ അതൊരു സ്ഥിരം ഒരു സംഭവമാണ് ഇക്കാക്ക് ലീവുള്ള ദിവസം, സൺഡേ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകണം, അവിടുത്തെ വൈബോടിയും കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് വീഡിയോ ഒക്കെ പോലെ നമ്മൾ കുക്കറിൽ നല്ല രീതിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് വലിയ പീസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള കൂട്ട് നോക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ ചില്ലി ഫ്ലെക്സും എടുത്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാശ്മീരി പൗഡർ ആണെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കൂട്ടാം, നല്ല കളർ കിട്ടും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള നമ്മുടെ ഗരം മസാലയും മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വലിയ ജീരക പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കൂടി നല്ല രീതിയിൽ നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ 2 സ്പൂണ് നമ്മളെ കോൺഫ്ലവർ പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളെ ബീഫിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഇതിന് ശേഷം ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്തു. ചില്ലിക്ക് വേണ്ടിയിട്ടുള്ളത് ആ കട്ടിങ് ഇക്കാണ് കേട്ടോ. ഇക്ക ഇനിയിപ്പോൾ ഒരാഴ്ച 2 ആഴ്ച ഫുള്ള് ബീഫ് തന്നെ കഴിക്കാറല്ലേ? ബീഫ് അച്ചാറി, ബീഫ് ഉപ്പിലിടാം. പക്ഷെ ഇങ്ങനെയൊക്കെ എന്താ പറയാ, ചില്ലിയൊക്കെ ഉണ്ടാക്കി വേഗം കഴിയൂലേക്കാ. അപ്പോ ഇവിടെ എനിക്ക് സഹായത്തിന് ഒരു കുക്കിംഗ് ആരനെ ഞാൻ ബുക്ക് ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇക്കതാ പണിപ്പുരയിലാണ് ഗൈസ്. നമ്മള് വേവിച്ച് വെച്ച ബീഫിനെതാ പീസാക്കി ചില്ലിന്റെ പീസാക്കി തരുന്നുണ്ട്. അപ്പോൾ സഹായത്തിന് ഒരു ഷെഫിനെ വിളിച്ചാട്ടോ ഗൈസ്. ഞാൻ എൻ്റെ ഷെഫാണ്. വേഗം നല്ല വൃത്തിയിൽ കട്ട് ചെയ്തോളൂ. എന്നാൽ നല്ല പൊറാട്ടൻ്റെ കൂടെ നല്ല ചില്ലി കഴിക്കാം. ഒലിയത്തിൻ്റെ ഇറച്ചി കിട്ടുമെന്ന് അറിയുമ്പോൾ തന്നെ ആദ്യം ഇക്ക പറഞ്ഞ ഒരേ ഡയലോഗാ. എന്തൊക്കെയാ എനിക്ക് കുറച്ച് ചില്ലി ഉണ്ടാക്കിയിരുന്നു. എന്നാലും നടക്കട്ടെ. ഞാനിവിടെ ഇക്ക അവിടെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ മസാലക്കുള്ള ബാക്കിയുള്ളൊക്കെ കൂട്ടി ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ സെറ്റാക്കാൻ നമുക്ക്. നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വെള്ളമില്ലേ, അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം അത് ആവശ്യത്തിന് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് ശേഷം ഞാനിത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഇക്ക പറഞ്ഞു നമുക്ക് എഗ്ഗിൻ്റെ വൈറ്റൂടെ ആഡ് ചെയ്യില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു എഗ്ഗിൻ്റെ വൈറ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇക്കതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയൊക്കെ ആഡ് ചെയ്തതിൻ്റെ ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഈ ഒരു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ഞങ്ങളിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അരീക്കോടൊക്കെ ഒന്ന് കറങ്ങാൻ പോയി വരുമ്പോൾ ഈ ഒരു സംഭവം സെറ്റാവുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഫൈനലി മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. ഇതുപോലെ പീസാക്കിയിട്ടാണ് നമ്മൾ ചില്ലിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ അരീക്കോട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളിതാ നമ്മുടെ ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള മാവും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ അരീക്കോട് പോകാൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്കാനി ഹസുട്ടിനെയും വെയിറ്റ് ചെയ്യണം. 2 അവിടെ ഉണ്ട്. ഉമ്മയുടെ വീട്ടിൽ അവിടെ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ. ഇക്ക പോലെ അച്ഛ പോലെ അങ്ങ് സോഡ സർബത്താ ഓനൊക്കെ സോഡ സർബത്ത് കുടിക്കണേ.
നൈറ്റ് റൈഡിംഗ് ഒക്കെ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 2 ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഒന്നിന് വെളിച്ചെണ്ണയിലും ഒന്നിതാ ഓയിലിലുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പെരുന്നാൾക്ക് ഉണ്ടാക്കിയിരുന്ന ആ ഒരു ഇതിൽ തന്നെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേറെ എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്തെടുത്തിട്ടാണ് ഒരു ചട്ടിയിൽ അത് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടി ഒരു കരിവേപ്പിൻ്റെ ഇലയൂടെ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തത് ആ കോരി എടുക്കുന്നുണ്ട്. ഒരു രക്ഷയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് എൻ്റെ ഒരു കൂട്ടാണ്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നതെന്ന് അറിയാം, എന്നാലും ഞാൻ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നല്ല അടിപൊളി ചൂടുള്ള പൊറാട്ടയുടെ കൂടെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് അല്ലേ. അപ്പം ഞങ്ങളിതാ എല്ലാവരോടും ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുക. നൈറ്റിൽ ഞങ്ങളിത് എല്ലാവരോടും ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കുറച്ച് ആ കാണുന്ന ബീഫ് കൊണ്ട്, എന്നാലും അത്യാവശ്യം ക്വാണ്ടിറ്റി വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ മാത്രമുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ നൈറ്റ് റൈഡിങ്ങിന് പോയപ്പം നല്ല ചൂടുള്ള പൊറാട്ടയൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. പെരുന്നാളിൻ്റെ പിറ്റേന്ന് ദിവസം തന്നെ ആയതുകൊണ്ട് പൊറാട്ടയൊക്കെ കിട്ടാൻ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളോടത്ത് പോയിട്ടാണ് വാങ്ങിച്ചുകൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വീഡിയോ തന്നെ. ബൈ.